എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചിക്കൻ ലോലിപോപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒട്ടും തന്നെ എണ്ണയില്ലാതെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അധികം താമസിയാതെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ലോലിപോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് ചിക്കൻ വിങ്സ് ആണ്. ലെഗ്സിനെക്കാട്ടിലും എപ്പോഴും നല്ലത് ചിക്കൻ വിങ്സ് എടുക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ലോലിപോപ്പ് ആക്കി എടുക്കുന്നത് നോക്കാം. അപ്പം ചിക്കൻ വിങ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മളത് രണ്ടായിട്ട് മുറിച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ ജോയിൻറ്റ് വെച്ചിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെപ്പോഴും ചിക്കൻ വിങ്സ് റെഡിയാക്കുമ്പോൾ ഒരു കുഞ്ഞ് നൈഫ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ രണ്ട് ഭാഗങ്ങളായിട്ട് കിട്ടി. അപ്പോൾ അതിൽ വലിയ ഭാഗം എടുത്തിട്ട് നമ്മൾ ആ ഒരു താഴേന്ന് ആ ബോണിൽ നിന്നുള്ള മീറ്റൊക്കെ നമ്മൾ നൈഫ് വെച്ചിട്ടൊന്ന് താഴേക്കൊന്ന് ആക്കി കൊടുക്കുകയാണ്. ഇത് ആക്കിയെടുക്കാനായിട്ട് വളരെ ഈസിയാണ്. അങ്ങനെ നമ്മൾ അതിൻ്റെ എൻഡ് ആകുമ്പോഴത്തേക്ക് അതിങ്ങനെ ഞാൻ കാണിക്കുന്ന പോലെ ഒന്ന് ചെയ്യുക. എന്നിട്ട് കൈവച്ചിട്ടൊന്ന് ഒരു ലോലിപോപ്പിൻ്റെ ഷേപ്പിലൊന്ന് ആക്കി കൊടുക്കുക. ഇനി നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൽ വെച്ചിട്ട് ഇതൊന്ന് ഇങ്ങനെ തിരിച്ചു കൊടുത്തിട്ട് ഒരു ലോലിപോപ്പിൻ്റെ ഷേപ്പിലേക്ക് ആക്കി മാറ്റുക. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഇനി അടുത്ത പീസ് നമ്മൾ കുറച്ചുകൂടെ ഒരു ശ്രദ്ധിക്കണം. ഇതിൽ 2 എല്ലുണ്ട്. അപ്പോൾ അതിലൊരു ചെറിയ എല്ല് നമുക്കത് റിമൂവ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ എൻഡൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പതുക്കെ ആ നൈഫ് അകത്തേക്ക് കയറ്റിയിട്ട് ആ ചെറിയ എല്ല് നമുക്ക് പതുക്കെ കൈവച്ചിട്ട് ഊരിയെടുക്കാൻ രീതിയിൽ ഒന്ന് മാറ്റുകയാണ്. അങ്ങനെ നമ്മൾ ആ എല്ല് ഊരിയെടുത്തിട്ടുണ്ട്. ഇതും ഇനി മറ്റേത് ചെയ്ത പോലെ തന്നെ ആ എല്ലിൽ നിന്നും മീറ്റൊന്ന് നൈഫ് വെച്ചിട്ടൊന്ന് വേർപ്പെടുത്തി എടുത്തിട്ട് ഒരു ലോലിപോപ്പിൻ്റെ ഷേപ്പിൽ കൈവച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് തിരിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട്. വളരെ ചെറിയ ചിക്കൻ ലെഗ്സ് പോലെ തോന്നുന്ന ഒരു ഷേപ്പിലേക്ക് ഇപ്പോൾ 2 ഇത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പാക്കറ്റ് വിങ്സാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 1 കിലോയോളം വരുന്നൊരു അളവാണിത്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി ആയാലും മതി, 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതിലേക്കൊരു പകുതി നാരങ്ങയുടെ നീരൊന്ന് പിഴിഞ്ഞ് ചേർക്കുകയാണ്. ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഒരു മുട്ട കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മൾ നാരങ്ങ നീരും അതുപോലെ തന്നെ നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് ചേർക്കുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ എയർ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് ഓയിൽ ചേർത്തത്. നിങ്ങൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓയിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി എല്ലാ ചിക്കൻ വിങ്സിലേക്കും ഈ മസാല നന്നായിട്ടൊന്ന് പുരട്ടിയതിന് ശേഷം മിനിമം 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കനിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കും. അപ്പോൾ എല്ലാം എടുത്തിട്ട് ഇതുപോലെ ഒരു ബോണിൽ പറ്റാതെ വേണം മസാല തൂക്കാനായിട്ട്. നമ്മൾ എയർ ഫ്രയറിൽ ഒരു ബട്ടർ പേപ്പർ ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് കുറച്ചൊരു കുക്കിംഗ് സ്പ്രേ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രിയിൽ 30 മിനിറ്റാണ് നമ്മളിത് എയർ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്തും എടുക്കാം. എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റായിട്ട് തന്നെ ഈ എയർ ഫ്രൈഡ് ചിക്കൻ ലോലിപോപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്. വിങ്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാനായിട്ട്. ചിക്കൻ ലെഗ്സ് വെച്ചിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ചിക്കൻ ലെഗ്സ് ആകുമ്പോൾ കുറച്ചുകൂടെ മാംസത്തിന് കട്ടിയാണ്. അപ്പോൾ കുറച്ചുകൂടെ പാടാണ് അത് വേവാനായിട്ട്. പക്ഷേ എന്നാലും ഉണ്ടാക്കിയെടുക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്